بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمد صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدنا يا رسول الله يا حبيب الله يا رحمة للعالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ നമ്മുടെ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ, സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ല സെക്രട്ടറി കൂടിയായ അഭിനന്ദനായ സയ്യിദ് ഷിയാസ് തങ്ങൾ, നമ്മുടെ വേദിയിൽ സന്നിധരായ ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി ബാക്കവി ഉസ്താദ് അവറുകൾ, ആദരണീയരായ ഹുസൈൻ തങ്ങൾ ജമലുല്ലൈലി, സയ്യിദ് റഷാദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, ബഹുമാന്യനായ ജില്ലാ സംസ്ഥാന ലെവലിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ സാരഥിയായി പ്രവർത്തിച്ച ബഹുമാന്യനായ റഹീം മാസ്റ്റർ അബ്ദുറഹീം യമാനി, വളരെ ബഹുമാന്യരും ആദരണീയരുമായ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമൊക്കെ ഭൂവിഷ്ഠരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ വിവിധങ്ങളായ ഘടകങ്ങളുടെയുമൊക്കെ ആദരണീയരായ നേതാക്കൾ, ഉമറാക്കൾ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കൾ, ഈ അനുഗ്രഹീതമായ പരിപാടിയോടെ സംഘടിപ്പിച്ച പരപ്പനങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ അഭിനന്ദരായ ബദറുദ്ദീൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, നല്ലവരായ സഹോദരന്മാരെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അനുഗ്രഹീത സംഗമത്തെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവിന് ഏറെ പൊരുത്തമുള്ള മജ്ലിസിൽ സർവശക്തനായ റബ്ബ് നമ്മുടെ മജ്ലിസിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകി മൺമറഞ്ഞു പോയ മഹാരഥന്മാരായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉമറാക്കൾ, പ്രവർത്തകന്മാർ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിനന്ദനായ ട്രഷറർ ബഹുമാന്യനായ കൊയ്യോട് ഉസ്താദ് അവറുകൾ രോഗിയായ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അവർക്ക് പരിപൂർണ ശിഫയും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി ഉൾപ്പെടെയുള്ള നമ്മുടെ അഭിനന്ദരായ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ തണലിലായി ഈ വിശുദ്ധമായ ആശയാദർശങ്ങൾ മുറുകെ പിടിച്ച് ഈ പരിശുദ്ധമായ സംഘടനയുടെ ഖാദിമീങ്ങളായി
മരണം വരെ സേവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തെ ഒരുപാട് വർഷങ്ങളായി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 9 വർഷം മുമ്പ് മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർക്കദ ആലപ്പുഴയിലെ പ്രവിശാലമായ കടപ്പുറത്ത് സമ്മേളിച്ച ലക്ഷക്കണക്കിന് വരുന്ന സമസ്ത സ്നേഹികളുടെ മഹാസംഗമത്തിൽ വെച്ച് ആലപ്പുഴയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ മുശാവറ യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്താൻ പോകുന്നുണ്ട് എന്ന അനൗൺസ്മെന്റ് വന്നപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ പ്രതീക്ഷയോടുകൂടെ എന്താണ് ആ ചരിത്രപരമായ പ്രഖ്യാപനമെന്ന് നാം ഓരോരുത്തരും സാഗൂതം വീക്ഷിക്കുകയും കാതോർക്കുകയുമായിരുന്നു. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അന്നത്തെ ഉപാധ്യക്ഷൻ മുസ്ലിം കൈരളിയുടെ സർവാധരണീയ നേതൃത്വമായിരുന്ന മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം 2026 നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തക്ബീറിന്റെ ആരവത്തോടുകൂടെ ലക്ഷക്കണക്കിന് വരുന്ന സമസ്ത സ്നേഹികളായ ഓരോ ആളുകളും അന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ഡേറ്റായിരുന്നു, വർഷമായിരുന്നു 2026. 2026 ഏത് മാസത്തിൽ ഏത് ഡേറ്റിൽ എവിടെ വെച്ച് നടക്കുമെന്ന് പിന്നീട് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ പ്രഖ്യാപിക്കുകയും അത് 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് കുനിയയിൽ മഹാനായ സമസ്തയുടെ പ്രഥമ പ്രസിഡന്റ് കറാമത്തിന്റെ ഉടമയായിരുന്ന വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ നാമധേയത്തിലുള്ള നഗരിൽ വെച്ച് നടക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ടത് മുതൽ അതിന്റെ വിജയത്തിന് വേണ്ടി ഓരോ ഗ്രാമങ്ങളിലുമുള്ള
ആ പ്രഖ്യാപനം അറിഞ്ഞതു മുതൽ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാത്തൊരാഗ്രഹമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐതിഹാസികമായ 100ാം അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൽ പങ്കാളികളാകണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദുആ ചെയ്യാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വളർച്ചയിലും അതിൻ്റെ ആദർശ പ്രചരണ പ്രവർത്തനങ്ങളിലും വളരെ നിർണായകമായ വലിയൊരു പങ്ക് സമസ്തയുടെ ഓരോ സമ്മേളനങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട് എന്ന് അതിൻ്റെ സമ്മേളന ചരിത്രങ്ങൾ മനനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനം നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ താനൂരിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാം വാർഷിക മഹാസമ്മേളനം നടന്നത്. 1927 ഫെബ്രുവരി 7-ാം തീയതി താനൂരിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1ാം വാർഷികം ആരംഭിച്ച് 2026 ഫെബ്രുവരിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനം കുനിയയിൽ നടക്കുമ്പോൾ മറ്റു എല്ലാ ജില്ലക്കാരെക്കാളും ആ സമ്മേളനത്തെ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റവരും ആ സമ്മേളനം വിജയിപ്പിക്കേണ്ടവരും ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കേണ്ടവരിലും നമ്മളാണ് കൂടുതൽ ആഗ്രഹിക്കേണ്ടത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ സമ്മേളനം ഞാൻ പറഞ്ഞുവല്ലോ, കേവലം ഒരു സമ്മേളനം നടത്തുക എന്നതിലുപരിയായി അതാത് കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന് ഏത് വിഷയത്തിലാണ് തീർപ്പ് കൽപ്പിക്കേണ്ടതെങ്കിൽ ആ വിഷയത്തിൽ വളരെ കൃത്യമായ തീർപ്പ് പ്രഖ്യാപിക്കുകയായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ സമ്മേളനങ്ങളും നടത്തിയിരുന്നത്. അവിടെ ആദർശപരമായി വൈകല്യം സംഭവിച്ചവരെ സംബന്ധിച്ച് കൃത്യമായി പറയേണ്ട സമ്മേളനമാണെങ്കിൽ അവരുടെ ആദർശ വൈകല്യങ്ങൾ പറയുകയും ആ വൈകല്യങ്ങളുടെ കാര്യകാരണങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു സമസ്തയുടെ സമ്മേളനങ്ങൾ. അതുപോലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോട് എന്തെങ്കിലും ആവശ്യപ്പെടാനുണ്ടെങ്കിൽ അവരോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങളിൽ വെച്ച് അതാത് കാലഘട്ടത്തിലെ മഹാരഥന്മാരായ നേതാക്കന്മാർ ആവശ്യപ്പെടുന്ന അനുഭവങ്ങളും നമുക്ക് സമസ്തയുടെ സമ്മേളനങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1927 മുതൽ 947 വരെ ഏകദേശം 15 സമ്മേളനങ്ങൾ അന്ന് ആ കാലത്ത് നടത്തിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് കുറെ ഗ്യാപ്പുകൾ വെച്ചുകൊണ്ടാണ് സമ്മേളനം നടത്തിയിട്ടുള്ളത്. ആദ്യ വർഷം തുടർച്ചയായിട്ട് സമ്മേളനങ്ങൾ നടത്തുകയും പിന്നീട് കുറഞ്ഞ ഗ്യാപ്പുകൾക്കിടയിൽ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ 27 മുതൽ 44 വരെ 15 വാർഷിക സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ കാര്യവട്ടം നടന്ന സമസ്തയുടെ 16ാം വാർഷിക സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംഘടനാപരമായിട്ടുള്ള ഗമനത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോയിട്ടുള്ള സമ്മേളനമാണ്. കാര്യവട്ട സമ്മേളനം കഴിഞ്ഞതിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാകുകയും അതിന്റെ റെക്കോർഡും അനുബന്ധമായ കാര്യങ്ങളും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ കാര്യക്ഷമമാകുകയും ഓരോ സമ്മേളനങ്ങളും സമസ്ത സംഘടനാ സംവിധാനങ്ങളും റെക്കോർഡിക്കലായിട്ടും മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സമസ്തയുടെ സമ്മേളന പരിപാടികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1950 സംഘടന കേരളത്തിൽ വേരുന്നുകയും ചെയ്തു. കാരണം ഈ സമ്മേളനങ്ങൾ കേരളീയ മുസ്ലിം പൊതുസമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയത്തെ അംഗീകരിക്കുന്നവർ മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന് കൂടുതൽ വേരൂന്നാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല,
950 ഈ സമ്മേളനങ്ങളുടെയൊക്കെ ഒരു പ്രതിഫലം സമൂഹത്തിൽ കൂടുതൽ കാണാനും അറിയാനും സാധിച്ചത് എന്ന് സമസ്തയുടെ സമ്മേളന ചരിത്രങ്ങൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല 950 ശേഷമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിവിധങ്ങളായ പോഷകടങ്ങളൊക്കെ സജീവമായി രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ശേഷമുള്ള കാലയളവുകളിൽ പിന്നീട് അടിക്കടി ഓരോ വർഷത്തിലും സമ്മേളനങ്ങൾ നടത്തേണ്ട ഒരു സാഹചര്യം സമസ്തക്കുണ്ടായിട്ടില്ല. കാരണം വ്യത്യസ്തങ്ങളായതിന്റെ പോഷകടങ്ങൾ, വിവിധങ്ങളായ സമ്മേളനങ്ങളും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ സജീവമായി നിർവഹിച്ചു എന്ന കാരണത്താൽ പിന്നീട് ഇടക്കിടക്കുള്ള ഓരോ വർഷങ്ങളിലുമുള്ള അല്ലെങ്കിൽ 1, 2, 3 വർഷം ഇടപെട്ടിട്ടുള്ളതിന്റെ സമ്മേളനങ്ങൾ നടത്താതിരിക്കാനുള്ള കാരണമായി ചരിത്രത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാരണത്തെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് 40 വർഷത്തിന്റെ ഉള്ളിൽ പിന്നീട് ഈ നേരത്തെ പറയപ്പെട്ട 944 ശേഷം 40 വർഷത്തിന്റെ ഉള്ളിൽ 8 പൊതുസമ്മേളനങ്ങളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുള്ളത്. ശേഷം 1985 24ാമത്തെ സമ്മേളനം, 60ാം വാർഷിക സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് വളരെ പ്രവിശാലമായ നഗരിയിൽ ലക്ഷക്കണക്കിന് വരുന്ന സമസ്തയുടെ അനുഭാവികളും അനുയായികളും ഒരുമിച്ച് കൂടുന്ന ഒരു മഹാസമ്മേളനം നടന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രത്തിലെ ശ്രദ്ധേയനായ, അതിന്റെ ജനകീയമായ മുഖമുണ്ടാക്കിയ 4 പതിറ്റാണ്ടുകാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയായ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങളവറുകൾ മഹാനവറുകൾ നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം ഇന്ന് നമുക്ക് യൂട്യൂബിലൂടെ കേൾക്കാൻ സാധിക്കുന്നതാണ്. 60ാം വാർഷിക സമ്മേളനത്തിൽ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ പ്രസംഗത്തിൽ എല്ലാ ഭാഗങ്ങളെയും വളരെ കൃത്യമായി പരാമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം, ഇവിടുത്തെ ഭരണാധികാരികളോട് പറയേണ്ട വിഷയങ്ങൾ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് പറയേണ്ട വിഷയങ്ങൾ, ഇവിടുത്തെ ബിദ്അത്തുകാരനോട് പറയേണ്ട വിഷയങ്ങൾ, ഇവിടുത്തെ തീവ്രവാദ മനോഭാവമുള്ള ആളുകളോട് പറയേണ്ട കാര്യങ്ങൾ വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ അമരക്കാരനായി 40 വർഷക്കാലം ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച, പാണ്ഡിത്യത്തിന്റെ വിശാല വിഹായസിൽ വിരാജിച്ച, പണ്ഡിത ലോകത്തെ സൂര്യ തേജസ്സായിരുന്ന ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നടത്തിയിട്ടുള്ള പ്രഭാഷണം ഇന്നും ഈ സാഹചര്യത്തിൽ, ഈ സമകാലിക സാഹചര്യങ്ങളിൽ വളരെ പ്രാധാന്യത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വരും ഒരു നൂറ്റാണ്ട് വരെ, അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും കേരളത്തിലെ മുസ്ലിമീങ്ങളും നമ്മളൊക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളമുള്ള വലിയൊരാജ്ഞയായി, ഒരു മുൻകൂട്ടിയുള്ള പ്രഖ്യാപനമായിട്ടാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനത്തിലെ പ്രഭാഷണത്തെ നമുക്ക് ശ്രവിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് കേവലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കുറെ സമ്മേളനങ്ങൾ നടത്തി ഇങ്ങനെ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുക മാത്രമല്ല ചെയ്തത്. ആ സമ്മേളനങ്ങൾ സമൂഹത്തിന്, സമുദായത്തിന് ഉപകാരപ്രദമായിട്ടുള്ള ധാരാളം സംഭവങ്ങളെ, ധാരാളം ഗുണങ്ങളെ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് എന്ന് അതിന്റെ കഴിഞ്ഞകാല സമ്മേളനങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 933 മാർച്ച് മാസം 5-ാം തീയതി ഫറോക്കിൽ നടന്നിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 6ാം വാർഷിക സമ്മേളനം ചരിത്രത്തിലെ ഒരു പ്രധാനമായ സമ്മേളനമാണ്. ആ പ്രധാനമായ സമ്മേളനത്തിൽ വെച്ച് വളരെ സുപ്രധാനമായ പല തീരുമാനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഫറോക്ക് സമ്മേളനത്തിനാണ് എടുത്തത്. അതുപോലെ 945 മെയ് മാസം 27, 28 തീയതികളിൽ കാര്യവട്ടത്ത് നടന്ന സമസ്തയുടെ 16ാം സമ്മേളനം അതിനിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. കാര്യവട്ടത്ത് സമ്മേളനം നടക്കുമ്പോൾ അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ മർഹൂം ശൈഖുനാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രോഗിയായിരുന്നു. മാത്രമല്ല ബഹുമാനപ്പെട്ട മഹാനായ അബ്ദുൽ ഖാദർ ഫദ്ഫരി ഉസ്താദ് വഫാത്തായ സന്ദർഭമായിരുന്നു. ഈ സന്ദർഭം ഇവിടുത്തെ ബിദ്അത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണാവസരമായി അവരതിനെ കാണുകയും അത്തൗഹീദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ വീണ്ടും ആദർശപരമായിട്ടുള്ള ചിത്രതയുണ്ടാക്കുവാൻ അന്ന് ബിദ്അത്തുകാർ കെണിഞ്ഞു ശ്രമിച്ചു എന്നും ഈ 945 നടന്നിട്ടുള്ള കാര്യവട്ടത്തെ 16ാം സമ്മേളനം 27, 28 തീയതികളിലാണ് നടത്തിയതെങ്കിലും 29ാം കൂടി
ഒരു ദിവസം അവിടെ സമ്മേളനം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നു. എന്താണ് ആ സമ്മേളനം? അങ്ങനെ ഒരു 29-ാം തീയതി നടത്തിയത്. 29-ാം നടക്കുന്ന സമ്മേളനത്തിൽ വെച്ച് നേരത്തെ പറഞ്ഞ ബിദ്അത്തുകാരൻ ഇറക്കിയിട്ടുള്ള തൗഹീദ് എന്ന് പറയുന്ന ആ പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടുള്ള വളരെ ആദർശപരമായിട്ടുള്ള അപജയങ്ങളെ സംബന്ധിച്ച് അവർ ഈ സമൂഹത്തിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ചില സന്ദേശങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു മുനാദറ, ഒരു സംവാദം നടത്താൻ അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ അഭിവന്ദ്യരായ നേതാക്കന്മാർ തയ്യാറാകുകയും അവരെ വെല്ലുവിളിക്കുകയും അങ്ങനെ 27, 28 തീയതികൾ നടന്നതിന് ശേഷം 29-ാം തീയതി കാര്യവട്ടത്ത് വെച്ച് ഇവിടുത്തെ ബിദ്ഈ സംഘടനകളോട് സംവാദം നടത്താൻ വേണ്ടി സമസ്ത തീരുമാനിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷേ അന്ന് ബിദ്അത്തിന്റെ മുതിർന്ന നേതാക്കന്മാർ, ബന്ധപ്പെട്ട ആളുകൾ ആ സമ്മേളനത്തിൽ മുനാദറക്ക് പങ്കെടുക്കാൻ സന്നദ്ധരായില്ല എന്ന കാരണത്താൽ 29-ാം തീയതി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന മുനാദറ മാറ്റിവെച്ചു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ഓരോ സമ്മേളനങ്ങളും ഈ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ സമസ്ത പ്രവർത്തിക്കുന്നത്? വളരെ പ്രധാനമായി നമ്മൾ ചെറുപ്പം മുതലേ കേട്ടുവരുന്ന ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ സംരക്ഷണം ഏർപ്പെടുത്തുക എന്നത്. ഇതൊരു നിസ്സാരമായ കാര്യമായി നമ്മൾ കാണാൻ പാടില്ല. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തക്ബീർ കെട്ടുന്ന വിഷയം, ഖുനൂത്ത് ഓതുന്ന വിഷയം, മരണപ്പെട്ടവരുടെ ഖബറിൽ ചെന്ന് ദുആ ചെയ്യുന്ന പ്രശ്നം, അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടമായ പ്രാർത്ഥന. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതിലേക്കൊക്കെ ഒരു മനുഷ്യൻ എത്തണമെങ്കിൽ ആദ്യമായിട്ട് അവന്റെ വിശ്വാസം ശരിയാകേണ്ടതുണ്ട്. കൈ എവിടെ കെട്ടണമെന്ന് ചെയ്യേണ്ടത് നിസ്കരിക്കുന്ന ആളാണ്. അതിന് നിസ്കരിക്കാൻ ആദ്യമായി ഒരാൾക്കുണ്ടാകേണ്ടത് കൃത്യമായ വിശ്വാസമാണ്. ആ വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ നിന്ന് ഉത്ഭവിക്കുന്ന അതിന്റെ അസ്രിയായിട്ടുള്ള വിശ്വാസമായിരിക്കണം ഈ സമൂഹത്തിൽ നമുക്കുണ്ടാകേണ്ടത്. ഇസ്ലാമിലെ കർമ്മങ്ങളുടെ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത ഒരാൾ എന്ത് ആരാധന കർമ്മങ്ങൾ നിർവഹിച്ചാലും അവന്റെ എല്ലാ ആരാധന കർമ്മങ്ങളും വിഫലമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ കേൾക്കാറുണ്ട്, പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇവിടത്തെ മുസ്ലിം സ്നേഹികളായ ധാരാളം ഹൈന്ദവ സഹോദരന്മാർ നോമ്പനുഷ്ഠിക്കാറുണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്ന നോമ്പിന്റെ തത്തുല്യമായിട്ടുള്ള പ്രതിഫലം അവർക്ക് ലഭ്യമല്ല. എന്തുകൊണ്ട് ലഭ്യമാകുന്നില്ല? പരിശുദ്ധമായ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശുദ്ധമായ നോമ്പ് വിശ്വാസികളായ ആളുകളെ നമ്മൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ ആയത്തിന്റെ ആദ്യത്തിൽ അല്ലാഹു പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അഭിസംബോധനം ചെയ്യുന്നത്. അപ്പോൾ കേവലം നോമ്പെന്ന് പറയുന്ന ഒരു ചടങ്ങ് ഒരാൾ നിർവഹിച്ചു എന്നതുകൊണ്ട് ഒരു വിശ്വാസിയായിട്ടുള്ള ആൾ നോമ്പ് നോൽക്കുന്ന തുല്യമായ സ്ഥാനത്ത് ആ കർമ്മത്തിൽ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും മർമ്മമായി വേണ്ടത് നമ്മുടെ വിശ്വാസം വളരെ കൃത്യമായി നിലനിൽക്കുക എന്നതായിരിക്കണം. നമ്മുടെ വിശ്വാസം ഇവിടെ നിലനിൽക്കാനുള്ള സംരക്ഷണത്തിന്റെ കവചം ഒരുക്കുക എന്ന മർമ്മപ്രധാനമായ പണ്ഡിത ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമ അതിന്റെ 100 വർഷക്കാലമായി നിർവഹിച്ചു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത് സംഘടനാപരമായിട്ടുള്ള അവകാശത്തിന് വേണ്ടി പറയുന്നൊരു വാദമായിട്ട് നമ്മൾ ആരും ഇതിനെ കാണാൻ പാടില്ല. നിഷ്പക്ഷമായി നമ്മൾ വിലയിരുത്തണം. അതുകൊണ്ടാണ് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ പ്രമേയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറയുന്ന ശ്രദ്ധേയമായിട്ടുള്ള പ്രമേയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽമ 100ാം വാർഷികത്തിന്റെ ഭാഗമായി എടുത്തിട്ടുള്ളത്. എന്താ കാരണം? ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന് പറഞ്ഞാൽ ഈ 100 വർഷത്തെ ആദർശം മാത്രമല്ല, മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള മഹാരഥന്മാരായ അമ്പിയാക്കന്മാർ അവർ കൊണ്ടുവന്നിട്ടുള്ള വിശുദ്ധമായ ദീന്, മഹാന്മാരായ സ്വഹാബത്തിലൂടെ താബിഈങ്ങളിലൂടെ കൈമാറി വന്നിട്ടുള്ള വിശുദ്ധമായ ദീൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അത് നിലനിർത്താൻ ഓരോ കാര്യത്തും ബാധ്യതയുള്ള ആളുകളുണ്ട്. അമ്പിയാക്കന്മാരും സ്വഹാബത്തും കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള ബാധ്യത ആർക്കാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് പണ്ഡിതന്മാർ. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ദൗത്യമെന്ന് പറഞ്ഞാൽ
ഈ ഉമ്മത്തിൽ ആരാധന കർമ്മവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്ത് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നിടത്തും കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവർക്ക് ഇസ്ലാമിക കർമ്മങ്ങളുടെ യഥാർത്ഥമായ രീതിശാസ്ത്രങ്ങളെ അവരെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയും യഥാർത്ഥമായി വിശ്വാസത്തിന്റെ ചങ്ങലയിൽ അവരെ ഭദ്രമാക്കുകയും ചെയ്യുക എന്ന വലിയ ദൗത്യമാണ് പ്രിയമുള്ളവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാലം അത്രയും നിർവഹിച്ചു വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ കൈമാറി വന്ന വിശുദ്ധമായ ദീനിന്റെ നേരായിട്ടുള്ള വഴിയാണ് ഇവിടെ സമസ്ത നിലനിർത്തി വരുന്നത്. കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കുകയില്ല. ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് കേൾക്കുന്നതുമാണ്. എന്നാലും ചില കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുക എന്നത് സമൂഹത്തിന് വളരെ ഉപകാരപ്രദമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സമസ്തയെ പറയുമ്പോൾ ആദർശത്തിനും നമ്മുടെ വിശ്വാസത്തിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രഘോഷണങ്ങൾ, പ്രഭാഷണങ്ങൾ നമ്മുടെ പൂർവികരായ ആളുകൾ നടത്തിയത് കൊണ്ടാണ് ഈ സദസ്സിലുള്ള 80, 85, 70, 75 വയസ്സുള്ള എന്നെ ശവിക്കുന്ന പ്രിയപ്പെട്ട പല ഉപ്പമാർ നിങ്ങളൊക്കെ ഈ മഹത്തായ പാരമ്പര്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നത്. 75 വർഷമായിട്ടും നിങ്ങൾ ഈ വിശുദ്ധമായ ആദർശം പിന്തിരിയാതെ നിൽക്കുന്നത്. നമുക്കിടക്കിടക്ക് നമ്മുടെ പണ്ഡിതന്മാർ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആധാര പ്രാധാന്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് കൊണ്ട് അൽഹംദുലില്ലാ വ്യതിചലിക്കാൻ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ മഗ്രിബ് നിസ്കരിച്ചവരാണ്. ഈ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് നിങ്ങളൊക്കെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന നടത്തിയവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് കൂട്ടമായിട്ട് ഇമാമിനോടുകൂടെ കൂട്ടമായി ദുആ ചെയ്ത നമ്മുടെ കൂട്ടത്തിലുള്ള എത്ര ആളുകൾക്ക് കൂട്ടമായി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാമെന്നതിന്റെ ഇസ്ലാമികമായിട്ടുള്ള തെളിവുകൾ, അതിന്റെ ഹദീസിന്റെ ലഫ്ളുകൾ ഉപയോഗിച്ച് അതിന്റെ ഇന്നാനിന്ന കിതാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ പറയാൻ പറ്റുന്ന എത്ര ആളുകൾ ഈ സദസ്സിലുണ്ടാകും? എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഹദീസ് കണ്ടിട്ടില്ലെങ്കിലും, നിങ്ങൾ ആ ദലീൽ കണ്ടിട്ടില്ലെങ്കിലും, നിങ്ങൾ കിതാബിലെ ആ ഇബാറത്ത് കണ്ടിട്ടില്ലെങ്കിലും, നിങ്ങൾ ഇന്നും 75, 80, 30, 40 വയസ്സായിട്ടും അൽഹംദുലില്ലാ നമ്മളെ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ കൂട്ടമായി ദുആ ചെയ്യുന്ന പ്രാർത്ഥനയിൽ, അത് നിസ്കാരത്തിന് ശേഷം മാത്രമല്ല, എവിടെ നടന്നാലും നമ്മൾ കൂട്ടമായി ദുആ ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ പങ്കെടുക്കുന്നത് അതിന്റെ തെളിവ് കൃത്യമായിട്ട് കിതാബിലൂടെ കണ്ടതിന്റെ അടിസ്ഥാനത്തിലല്ല, അതിന്റെ രേഖ നമ്മുടെ മുമ്പിൽ ഉണ്ടായത് കൊണ്ടല്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരു രേഖയുണ്ട്. അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ജീവിച്ച മഹാരഥന്മാരായ ആലിമീങ്ങൾ, മഹത്തുക്കളായ സയ്യിദന്മാർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ, അവര് നമ്മളോട് പറഞ്ഞു, മക്കളെ, വിശുദ്ധമായ ദീനിൽ ഇന്നാരിന്ന കിതാബിൽ ഇന്ന സ്ഥലത്ത് ഇങ്ങനൊരു വിഷയം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിന് ശേഷം കൂട്ടമായിട്ട് തന്നെയാണ് ദുആ ചെയ്യേണ്ടത്. മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്തിനെ നമ്മുടെ പാരത്തിങ് ജുമാ മസ്ജിദിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാകട്ടെ, ബാപ്പയാകട്ടെ, ഭാര്യയാവട്ടെ, ആരുമാവട്ടെ, നിങ്ങളാരും ഇന്ന് വരെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മയ്യത്തിനെ അനുഗമിക്കണമെന്ന ഹദീസ് അല്ലെങ്കിൽ അതിന്റെ ഉദ്ധരണി കണ്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾക്കൊരു തെളിവുണ്ട്. ആ തെളിവെന്താണെന്ന് ചോദിച്ചാൽ, ആദർശ വിശുദ്ധിയോടുകൂടെ ജീവിച്ച മഹാരഥന്മാരായ ആലിമീങ്ങൾ നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുള്ള വിശുദ്ധമായ ദീനിന്റെ വഴി, അതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്കൊരു ഉറപ്പുണ്ട്, ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു പിഴക്കുന്ന മാർഗത്തിലേക്ക് നമ്മെ ആരെയും കൊണ്ടുപോകുകയില്ല എന്ന് 100% നമ്മൾ കേവലം വിശ്വാസം മാത്രമല്ല, പല തെളിവിന്റെ അടിസ്ഥാനത്തിലും അത് കൃത്യമായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ കണ്ട നമ്മൾ ദീന് പഠിപ്പിച്ച ഈ മഹത്തുക്കളായ ആലിമീങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി അവര് മരണപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. കാരണം, പടച്ചോനെ, എന്നെ ദീന് പഠിപ്പിച്ച, ഞങ്ങൾക്ക് സുന്ന ജമാഅത്ത് പഠിപ്പിച്ച, ഞങ്ങൾക്ക് പാരമ്പര്യമായ ഇസ്ലാമിനെ പഠിപ്പിച്ച മഹാനായ ഇന്നാരിന്ന പണ്ഡിതൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിച്ചു. അവർ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു. കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അൽഹംദുലില്ലാ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ വ്യക്തിയാണ്. മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ആളാണ്. അവര് നമ്മളോട് പറയുന്നു, നിങ്ങൾ നിസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തണം, നിങ്ങൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം, നിങ്ങൾ ഖുനൂത്ത് ഓതണം, നിങ്ങൾ വിശുദ്ധമായ നിസ്കാരത്തിന് ശേഷമുള്ള ഒരുപാട് ഇബാദത്തുകൾ, ഇന്ന ഇബാദത്ത് ചെയ്യണമെന്ന്
മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ണിയത്ത് ഉസ്താദിൽ കാണുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു തെറ്റുപോലും ചെയ്യാതെ വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന ഒരു കണ്ണിയത്ത് ഉസ്താദ്. നമ്മൾ പലപ്പോഴും കേട്ടതാണല്ലോ, കോഴിക്കോട്ടിന് മീറ്റിംഗ് കഴിഞ്ഞ് അർദ്ധരാത്രി സമയത്ത് പള്ളിയിലേക്ക് കടന്നു വന്ന കണ്ണിയത്ത് ഉസ്താദ്. ഉസ്താദിനെ രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്ന ആള് വെയിറ്റ് ചെയ്യണം. ഉസ്താദ് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഉസ്താദേ ഭക്ഷണം എടുക്കല്ലേ? മഹാനായ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു, എനിക്ക് ഭക്ഷണം അനുവദനീയമല്ല. ഇവിടെ കൊണ്ടുവരുന്ന ഭക്ഷണം ഞാൻ ദർസ് നടത്തുന്ന ഉസ്താദിനുള്ള ഭക്ഷണമാണ്. ഞാൻ ഇന്ന് രാവിലെ പോയതാണ്, ഞാൻ ഇന്നൊരൊറ്റ ദർസും നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്കിന്ന് ഭക്ഷണം കഴിക്കൽ തെറ്റാണ്, ഹറാമാണ്, അനുവദനീയമല്ല എന്ന് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ട് ഭക്ഷണം കൊണ്ടുവരുന്ന വ്യക്തിയോട് പറയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എനിക്ക് ഭക്ഷണം കൊണ്ടുവരിക എന്ന ഡ്യൂട്ടി ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം അനുവദനീയമാണ്, എനിക്ക് ഇന്നത്തെ ഭക്ഷണം അനുവദനീയമല്ല. മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് ഈ ഭക്ഷണം കൊണ്ടുവരുന്ന വ്യക്തി പറഞ്ഞു, ഉസ്താദ് അവറുകളെ, ഞാൻ ആ ഭക്ഷണം കഴിക്കൂല. ഉസ്താദ് കഴിക്കാതെ എനിക്ക് ഭക്ഷണം കഴിക്കാനും കഴിയൂല. ഉസ്താദ് ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് മഹാനായ റഈസുൽ മുഹഖഖീൻ ഉസ്താദിനോട് അയാൾ വളരെ കൃത്യമായി പറയുന്നു. ഉസ്താദ് നിർബന്ധിച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കണം, ഞാൻ ദർസ് നടത്താത്തത് കൊണ്ട് ഭക്ഷണം കഴിക്കൂല. ആ സമയത്ത് അദ്ദേഹം വീണ്ടും വാശി പിടിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാൽ മുതിർന്ന കുറച്ച് കുട്ടികളെ ഒന്ന് ഉറക്കിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരണം. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ആ സഹോദരൻ ഭക്ഷണം കഴിക്കാൻ, എന്റെ ഭക്ഷണം കഴിക്കാതിരിക്കൽ തടസ്സമാകരുത് എന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് കഴിക്കാനുള്ള ഭക്ഷണം ഹലാലാക്കുകയാണ്. ആ രാത്രി ഉറങ്ങുന്ന വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ടുവന്ന് അവരെ മുന്നിലിരുത്തി നിർത്തി അവർക്ക് ദർസ് നടത്തിയതിന് ശേഷമാണ് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് ഭക്ഷണം കഴിച്ചത് എന്ന് പലപ്പോഴും നമ്മൾ ചരിത്രത്തിലൂടെ കേട്ടവരല്ലേ. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിക്കുന്നത് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് അവർ പഠിപ്പിച്ചെന്ന വിശുദ്ധമായ ദീന്, ആ ദീന് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അവര് നമ്മളെ വഴിപ്പിഴപ്പിക്കുകയില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് ഈ 100 വർഷക്കാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പിന്നിൽ അടിയുറച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ആശയത്തിനും ആദർശത്തിനും ഒരു വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇവിടെ ചില ആളുകൾക്ക് ഒരു തോന്നലുണ്ട്, പാരമ്പര്യമായി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മതമാണ്. എന്നാൽ നിങ്ങൾ പരിശോധിക്കുക, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പാരമ്പര്യമായി ഇസ്ലാം എന്ന് നടത്തുന്ന സംഘടനയാണ്. ഇതിന്റെ 100 വർഷത്തെ ഈ പ്രയാണ വീതിയിൽ ഇന്ന് വരെ ഈ രാജ്യത്തിന് വിരുദ്ധമാകുന്ന, ഈ രാജ്യത്ത് മറ്റു മതവിശ്വാസികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചതായി എവിടെയെങ്കിലും ഒരു രേഖ നമുക്കാരുടെ മുമ്പിലും സമർത്ഥിക്കാൻ സാധ്യമല്ല. കാരണം അങ്ങനെ ഒന്നും സമസ്ത ചെയ്തിട്ടില്ല എന്നത് വളരെ കൃത്യമാണ്. എന്നാൽ നിങ്ങൾ പരിശോധിക്കുക, ഇവിടുത്തെ വിവിധങ്ങളായ ബിദ്ഈ സംഘടനകൾ അവർക്കനുസരിച്ച് ഇസ്ലാമിന്റെ പരിശുദ്ധമായ ഖുർആനിനെ, വിശുദ്ധമായ ഹദീസിനെ, പൂർവികരായ ആളുകൾ പറഞ്ഞിട്ടുള്ള കൽപ്പനകളെ അവരുടെ സൗകര്യപ്രകാരം അവരിങ്ങനെ മാറ്റത്തിന് വിധേയമാക്കിയപ്പോൾ ആ സഹോദരങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള അപജയങ്ങളും പരാജയങ്ങളും സംഭവിച്ചു എന്ന് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് അവരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമ്മൾ കണ്ടവരും അറിഞ്ഞവരുമാണ്. ഞാനിത് വെറുതെ പറയുകയില്ല. ഏകദേശം 100-250 വരുന്ന ചെറുപ്പക്കാരെ ഇവിടെ യഥാർത്ഥമായ ദീന് പറയാൻ പറ്റൂല, ഇത് യഥാർത്ഥമായ ദീന് പറയാൻ പറ്റുന്ന നാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ബിദ്ഈ സംഘടനകളിൽപ്പെട്ട 250-ൽ പരം വരുന്ന ആളുകളെ ഹിജ്റയ്ക്ക് വേണ്ടി കൊണ്ടുപോയി, ഹിജ്റ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഹിജ്റ നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് പോയ സംഭവം നമ്മൾ കേട്ടതാണ്. 250 അല്ല, 200 അല്ല, 50 അല്ല, ഒരു 2 ആള് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിശുദ്ധമായ ആശയങ്ങളും ആദർശങ്ങളും അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളും അത്തരം ഒരു യാത്ര നടത്തുകയോ പോകുകയോ ചെയ്ത ഒരു സംഭവത്തെ നമുക്കിവിടെ പറയാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ടുള്ള ദീന് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത അംഗീകരിക്കുന്ന ദീനാണ്. ഈ രാജ്യത്തുള്ള എല്ലാ മതവിശ്വാസികളോടും എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് കൃത്യമായി ഈ രാജ്യത്തെ പഠിപ്പിക്കുന്ന ദീനാണ്. ഇവിടെ പാരമ്പര്യമായ ദീനിന്റെ ക്വാളിറ്റി ഏതാണ് നമുക്കറിയാമല്ലോ. ഇവിടുത്തെ മുതിർന്ന ഒരു മുജാഹിദിന്റെ സമുന്നതനായ ഒരു പ്രഭാഷകൻ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുടുംബസമേതം നമ്മുടെ വീട് പൂട്ടിപ്പോകുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ താക്കോല് നമ്മുടെ അയൽവാസിയായ ഹൈന്ദവ സുഹൃത്തിന്റെ വീട്ടിൽ ഏൽപ്പിക്കാൻ പാടില്ല. നഊദുബില്ലാ. അവരതാണ് പ്രചരിപ്പിക്കുന്നത്, അവരതാണ് എഴുതിയത്.
അവരതാണ് പ്രസംഗിച്ചത്. കാരണം അവർ പാരമ്പര്യമായ ദീനിന്റെ വിശുദ്ധമായ വഴിയിൽ നിന്ന് വ്യതിചലിച്ച് സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ അയൽവാസി മുസ്ലിമാവട്ടെ അമുസ്ലിമാവട്ടെ, ഏത് മതമുള്ളവനാവട്ടെ മതമില്ലാത്തവനാകട്ടെ, നമുക്ക് അവനൊരു വിശ്വാസമുണ്ട്. അവന്റെ ആശയങ്ങളും ആദർശങ്ങളും നിലപാടുകളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ നയങ്ങൾക്കും നിലപാടുകൾക്കൊക്കെ വിരുദ്ധമായിരിക്കാം. എന്നാൽ പോലും അയൽവാസി എന്ന തത്വത്തിലുള്ള പരിഗണന നമ്മുടെ എല്ലാ അയൽവാസികൾക്കും നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട്. എത്രയെത്ര ഹൈന്ദവ സഹോദരന്മാര അയൽവാസികളാണ് ഇന്ന് നമ്മുടെ കൂടെ വളരെ സൗഹൃദത്തോടുകൂടെ ജീവിക്കുന്നത്. അത് സമസ്ത വന്നതിന് ശേഷം മാത്രമല്ല, പാരമ്പര്യമായ ദീനിന്റെ നായകന്മാരായ എല്ലാ ആലിമീങ്ങളുടെയും ചരിത്രത്തിൽ അത് വളരെ കൃത്യമായും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, പാരമ്പര്യമായ ദീനിന് മാത്രമാണ് ഇവിടെ സൗഹൃദം നിലനിർത്താൻ സാധിക്കുക. പാരമ്പര്യമായ ദീനിന് മാത്രമാണ് ഇവിടെ ഈ സമൂഹത്തിലും ഈ രാജ്യത്തിന്റെയും ഭരണഘടനയ്ക്ക് വിധേയമായിക്കൊണ്ട് രാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുക. നിങ്ങൾക്കറിയാം, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കടന്നു വന്ന സമയത്ത് വളാഞ്ചേരിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ഒരു മഹാസമ്മേളനം നടന്നു. ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് മഹാരഥന്മാരായ ആലിമീങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊള്ളത്തരങ്ങൾ സമൂഹത്തെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തി. ജമാഅത്ത് ഇസ്ലാമിന്റെ ആദ്യകാല നിലപാട് എന്താണ് നമുക്കറിയാമല്ലോ. ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട്, ഗവൺമെന്റ് ജോലികൾ സ്വീകരിക്കാൻ പാടില്ല, മത്സരിക്കാൻ പാടില്ല. ഇന്നും മത്സരിക്കാൻ വേണ്ടി മത്സരിക്കാണ് ജമാഅത്ത് ഇസ്ലാമി. ഇപ്പൊ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥി നിർത്താനുള്ള നെട്ടോട്ടത്തിലാണ്. ഇന്നത് അവസാനിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താൻ വേണ്ടി മത്സരത്തിന് വേണ്ടി മത്സരിക്കുന്ന അധംപതിച്ച പാർട്ടിയായി ജമാഅത്ത് ഇസ്ലാമി മാറിയതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്തോ ആവട്ടെ, ഞാൻ പറയുന്നത് സമസ്തയുടെ അന്നത്തെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള കാഴ്ചപ്പാട്, ഇവിടുത്തെ ഭരണഘടന, ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി നമ്മൾ മുന്നോട്ട് പോകണമെന്ന് സമസ്ത പറഞ്ഞിട്ടുള്ള നിലപാട്, അത് വളരെ കാലികമാണ് എന്ന് ഓരോ സന്ദർഭങ്ങളും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഉദാഹരണമാണ് ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞത്. അവരിവിടുത്തെ ഗവൺമെന്റ് ജോലി സ്വീകരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മത്സരരംഗത്ത് വരാൻ പാടില്ല, രാഷ്ട്രീയമായിട്ട് ഒരാൾ വോട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എല്ലാ വിഷയത്തെയും അടിമുടി എതിർത്ത ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയൻ ചിന്തകൾ ഈ സമൂഹത്തിൽ നൽകി. അന്ന് ബഹുമാനപ്പെട്ട വാണിയമ്പലം ഉസ്താദ് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ, ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട വാണിയമ്പലം ഉസ്താദ് സമൂഹത്തിനോട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്ത സുപ്രധാനമായ പ്രഖ്യാപനം പലപ്പോഴും നമ്മൾ കേട്ടവരാണ്. പ്രിയമുള്ളവരെ, അവരൊക്കെ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത്? നമ്മൾ പരിശുദ്ധമായ പാരമ്പര്യമായ ഒരു മതത്തിന്റെ, ഒരു വിശ്വാസധാരയുടെ, ഒരു സഞ്ചാര പാതയിലൂടെ മുന്നോട്ട് പോകുന്നവരായപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് വളരെ കൃത്യമായി ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽമ ആദർശ രംഗത്തുള്ള സംരക്ഷണം മാത്രമല്ല, അതോടൊപ്പം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽമ ഒരുപാട് ത്വരീഖത്തുകൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നപ്പോൾ ആ ത്വരീഖത്തിലേക്ക് ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ പോകുന്നതിനെ വളരെയേറെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുകയും, അത് ഉമ്മത്തിന് പങ്കാളികളാകാൻ പറ്റുന്ന ത്വരീഖത്താണോ അല്ലെങ്കിൽ ഉമ്മത്തിലേക്ക് തള്ളേണ്ട ത്വരീഖത്താണോ എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി. എന്തിനാണ് ഒരാൾ ത്വരീഖത്തിലേക്ക് പോകുന്നത്? ത്വരീഖത്തിലേക്ക് പോകുന്ന ആൾ ലക്ഷ്യം എന്താണ് ചോദിച്ചാൽ, അയാൾക്ക് നന്നാകണമെന്ന ആഗ്രഹമാണ്. കുറച്ച് ദിക്റൊക്കെ ചൊല്ലി ഒരു ശൈഖിന്റെ മുരീദായി ഇങ്ങനെ ജീവിച്ച് എപ്പോഴും ഇബാദത്തിലായി, അള്ളാഹുവിൽ ശുഅലായി, അള്ളാഹുവിന്റെ ആരാധന കർമ്മത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിനെ യഥാർത്ഥമായ വഴിയിലൂടെ സഞ്ചരിപ്പിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടിയാണ് പല ആളുകളും ത്വരീഖത്തിലേക്ക് പോകുന്നത്. എന്നാൽ അങ്ങനെ ഇടക്കാലത്ത് പല ത്വരീഖത്തുകളും കടന്നു വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽമ വളരെ കൃത്യമായി അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ഈ ഉമ്മത്തിനോട് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമസ്ത നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നമുക്ക് കാണാൻ, ചരിത്രത്തിൽ കാണാൻ കഴിയും, ഒരുപാട് ത്വരീഖത്തുകളെ സമസ്ത എതിർത്തു. 1930 മാർച്ച് 17 മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ 4ാം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ, അതുപോലെ 1933 മാർച്ച് മാസം 5 നടന്ന 6ാം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കോരൂർ ത്വരീഖത്ത് എന്ന് പറയുന്ന ഒരു ത്വരീഖത്തിന്റെ അപകടകരമായ അവസ്ഥയെപ്പറ്റി ഈ ഉമ്മത്തിനെ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ അഭിമന്യരായ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തി. അൽഹംദുലില്ലാ, ധാരാളം ആളുകൾ അറിയാതെ ആ ഒരു ത്വരീഖത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ
മഹാരഥന്മാരായ ആലിമീങ്ങൾ ഇടപെട്ടുകൊണ്ട് പണ്ഡിതന്മാരുടെ ദൗത്യമാണ് ഈ ഉമ്മത്ത് വ്യതിചലിക്കുന്ന സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി അവരെ അതിൽ നിന്ന് മുക്തമാക്കുക എന്നത്. നിങ്ങൾ നോക്കൂ, ഈ ത്വരീഖത്തെ സംബന്ധിച്ച് സമസ്ത വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി 44-ാം സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഇതിന്റെ അപകടങ്ങളെ പറ്റി പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു ത്വരീഖത്തായിരുന്നു ചോറ്റൂർ ത്വരീഖത്ത്. മണ്ണാർക്കാട് നടന്ന സമസ്തയുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ചോറ്റൂർ ത്വരീഖത്തിനെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സമൂഹത്തെ ഉത്ബുദ്ധമാക്കിയത്. ആ ത്വരീഖത്ത് PH ത്വരീഖത്താണ്. അതിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നമ്മുടെ അടിസ്ഥാനത്തെ, നമ്മുടെ വിശ്വാസത്തിന് വിള്ളലുണ്ടാക്കുന്ന ത്വരീഖത്താണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യരായ നേതാക്കന്മാർ മുന്നോട്ട് വന്നു. പിന്നെ നിങ്ങൾ നോക്കൂ, ശംസിയ എന്ന് പറയുന്ന ഒരു ത്വരീഖത്ത് 985 ഓഗസ്റ്റ് മാസം 8-ാം തീയതി നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗത്തിൽ വെച്ച് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ ആ ത്വരീഖത്തിന്റെ അപകടങ്ങളെ സംബന്ധിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അവർക്കുള്ള കേടുകൾ എന്താണ്, അവർക്കുള്ള പിഴവുകൾ എന്താണ്, അവരെ എതിർക്കാനുള്ള കാരണം എന്താണെന്ന് വളരെ കൃത്യമായി നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആളുകളെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം നടന്ന മറ്റൊരു ത്വരീഖത്ത് നൂരിഷാ ത്വരീഖത്ത്. 10-12-1974 നമ്മുടെ വിളിപ്പാടകൽ അന്തിയിറങ്ങുന്ന മഹാനായ ശൈഖുന KK അബൂബക്കർ അസ്റത്ത് ഉസ്താദ് അവர்கள் അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ ശൈഖുന KK അബൂബക്കർ അസ്റത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗത്തിൽ വെച്ച് മഹാരഥന്മാരായ നമ്മുടെ ആലിമീങ്ങൾ ആ ത്വരീഖത്ത് നൂരിഷാ ത്വരീഖത്ത് എന്ന് പറയുന്ന ത്വരീഖത്ത് പിഴച്ചതാണെന്നും അതിന്റെ അപകടത്തെ സംബന്ധിച്ച് ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഏത് സമയത്ത് ഏതിന്റെ പേരിൽ ഈ ഉമ്മത്ത് വ്യതിചലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ അവിടങ്ങളിലൊക്കെ വളരെ കൃത്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈമാനിനെ കാവലിരിക്കുകയായിരുന്നു. സമസ്ത ഈമാനിനെ കാവലിരിക്കുമെന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ അതിനെ വിമർശിക്കാറുണ്ട്, ചില ആളുകൾ കളിയാക്കാറുണ്ട്, ചില ആളുകൾ അതിനെ ഇകഴ്ത്തിക്കൊണ്ട് എഴുതാറുണ്ട്. എന്നാൽ നമ്മൾ സമസ്തയുടെ 100 വർഷക്കാലത്ത് പാരമ്പര്യങ്ങളും അതിന്റെ ചരിത്രങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈമാനിന് കാവലിരിക്കുക എന്നത് ഒരു ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമല്ല, അത് യാഥാർത്ഥ്യമായി ഇവിടെ സംഭവിച്ചിട്ടുള്ള സംഗതിയാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾ നോക്കൂ, പൊതുവായിട്ട് ഈ സമൂഹത്തിനെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങൾ വരുന്ന സമയത്തും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെതായിട്ടുള്ള ഭാഗതയും കൃത്യമായി നിർവഹിച്ചതായി നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നോളമുള്ള പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുമ്പോൾ വളരെ കൃത്യമായി കണ്ടെത്താൻ സാധിക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ സമസ്തയുടെ കേന്ദ്ര മുശാവറ നേരിട്ട് നടത്തിയ ഇടപെടലുണ്ട്. സമസ്തയുടെ വിവിധങ്ങളായ പോഷകടങ്ങൾ ഇടപെട്ടുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളുണ്ട്. 14ഓളം വരുന്ന പോഷകടങ്ങൾ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുണ്ട്. ആ പോഷകടങ്ങൾ മുഖേന ധാരാളം സമകാലികമായ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകിയത് സമസ്തയുടെ ചരിത്രത്തിലൂടെ വളരെ കൃത്യവും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ സംഘത്തിന് ആത്മാർത്ഥമായി നെഞ്ചേറ്റി നമ്മുടെ മരണം വരെ സമസ്തയുടെ ഇഖ്ലാസുള്ള ഖാദിമീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കേണ്ട ബഹുമാന്യനായ അഭിമന്യരായ സത്താർ സാഹിബ് പന്തലൂർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. സംഘാടകർക്ക് വേണ്ടി വളരെ ഹൃദ്യമായി ബഹുമാനപ്പെട്ട സത്താർ സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും പ്രഭാഷകന്മാർക്കും ഖാദിമീങ്ങൾക്കും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിലൊക്കെ ഉമ്മത്തിന്റെ കൂടെ നിന്ന്, അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ ഗവൺമെന്റിനോട് പറയും, അതിവിടുത്തെ കോടതിയിൽ ബന്ധപ്പെടേണ്ട വിഷയങ്ങളാണെങ്കിൽ കോടതിയിൽ അതുമായിട്ടുള്ള കേസും കാര്യങ്ങളുമായി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സമസ്ത നിർവഹിക്കും. അല്ലെങ്കിൽ അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തേണ്ട വിഷയങ്ങളാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തും. ഈ 3 പ്രവർത്തനങ്ങളും കഴിഞ്ഞ 100 വർഷക്കാലമായി
സമസ്ത കേരള ജംഇയ്യത്തുൽമയും അതിന്റെ പോഷകഘടകങ്ങളും വളരെ കൃത്യമായി നിർവഹിച്ചു വരികയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഞായറാഴ്ച 16-ാം തീയതി കോഴിക്കോട് ട്രേഡ് സെന്ററിൽ ഒരു വലിയ സമ്മേളനം SKSF നടത്തി. ഒരു പക്ഷേ നമ്മുടെ ഈ പാലത്തിങ്ങൽ ടൗണിൽ അതിന്റെ വലിയ ഫ്ലക്സ് ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകൂല, അതിന്റെ വലിയ പോസ്റ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാകൂല. നിങ്ങളൊരു പക്ഷേ യൂട്യൂബിലും മറ്റുമൊക്കെ അതിന്റെ വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ടാകൂല. എന്നാൽ അൽഹംദുലില്ലാഹ് ബൗദ്ധി കലാലയത്തിൽ പഠിക്കുന്ന 16 വയസ്സിന്റെയും 23 വയസ്സിനും ഇടയിലുള്ള ബൗദ്ധി കലാലയത്തിൽ മാത്രം പഠിക്കുന്ന 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ സംഗമിച്ച ഒരു മഹാസംഗമം കോഴിക്കോട് വെച്ച് SKSF നടത്തി. അത് സമസ്തയുടെ ദൗത്യം SKSF-ലൂടെ നിർവഹിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, സമസ്ത നേരിട്ട് ഇടപെടുന്ന വിഷയങ്ങൾ ഉണ്ടാകും, അതിന്റെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ ഇടപെടുന്ന ചില വിഷയങ്ങൾ ഉണ്ടാകും. അതിനാണ് വ്യത്യസ്തങ്ങളായ പോഷകഘടകങ്ങൾ സമസ്ത ഉണ്ടാക്കിയത്. SKSF നമ്മുടെ ക്യാമ്പസുകളും സാഹചര്യങ്ങളും വളർന്നു വരുന്ന വിദ്യാർത്ഥികളുടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ലാത്ത വിധത്തിൽ ബോധവന്മാരാണ് നിങ്ങളൊക്കെ ആ വിഷയത്തിൽ. അനുതി നമ്മൾ കേൾക്കുകയും അറിയുകയും കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. ഇന്നത്തെ പുതിയ തലമുറയിലെ വളർന്നു വരുന്ന ഒരു തലമുറയുടെ മനോഭാവം ഇങ്ങനെയാണ്. അവരുടെ ജീവിത ശൈലി എന്താണ്, അവരുടെ നന്മയോടുള്ള ബന്ധം, തിന്മയോടുള്ള ആർത്തി എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി നമ്മൾ കാണുന്നു, അറിയുന്നു, മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ബോധം നൽകട്ടെ. ഈ സമയത്ത് ഒരു മതവിദ്യാർത്ഥി സംഘടന എന്ന രൂപത്തിൽ നിന്നുകൊണ്ട് SKSF-ന്റെ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ച വലിയൊരു പദ്ധതിയാണ് വിദ്യാർത്ഥി സമ്മേളനം. കേവലം ഒരു സമ്മേളനത്തോടു കൂടെ അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് വരും 3 വർഷത്തേക്ക് ഈ വന്ന 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികളിലേക്ക് യഥാർത്ഥ ദീനിന്റെ വഴികൾ, നമ്മുടെ ആശയം പഠിപ്പിക്കണം, ആദർശങ്ങൾ പഠിപ്പിക്കണം. അതോടൊപ്പം നമ്മുടെ പുതിയ തലമുറയിൽ ലിബർ ചിന്താധാരകൾ, അതുപോലെ നിരീശ്വരവാദങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥിനികൾക്ക് നമ്മുടെ ഐഡന്റിറ്റിയോടുള്ള വെറുപ്പ്, അകൽച്ച. ഇപ്പൊ നമ്മൾ കണ്ടു, എറണാകുളത്ത് തട്ടമിട്ട ഒരു പെൺകുട്ടി വന്നപ്പോൾ അതേ സ്കൂളിൽ 100ഓളം വരുന്ന വിദ്യാർത്ഥികൾ തട്ടമിടാതെ വരുന്നു എന്ന വാർത്ത നമ്മൾ കണ്ടവരാണ്. എന്നാൽ അത്തരം അതിനോടൊന്നും താല്പര്യമില്ലാതെ, മതകീയമായ അഭിമാനവും ബോധവുമില്ലാതെ വളർന്നു വരുന്ന ഒരു പറ്റം വിദ്യാർത്ഥി നമ്മൾ കാണുന്നു. ഇവരിലേക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥമായ വഴികളെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള വലിയ ഒരു കർമ്മ പദ്ധതിയോടുകൂടെയാണ് ഇൻഷാ അല്ലാഹ് SKSF-ന്റെ ഈ വിദ്യാർത്ഥി സമ്മേളനം അതിന്റെ സമാരംഭം കുറിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യത്തിലേക്കെത്താൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അതിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ കാലികമായി എവിടെയെല്ലാം ഇടപെടേണ്ടതുണ്ടോ, ഇവിടെ ധാരാളം 150-150ഓളം വരുന്ന യതീംഖാനകളുമായി ബന്ധപ്പെട്ട വലിയ വിഷയം വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ മദീന ഇടപെട്ടു എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന 150-ൽ പരം വരുന്ന ധാരാളം യതീംഖാനകൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ഒരുക്കി കൊടുത്തത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ സന്ദർഭത്തിൽ കൃത്യമായി അതിൽ ഇടപെട്ടത് കൊണ്ടാണെന്ന് നമുക്കൊക്കെ അറിയാവുന്ന പരമാർത്ഥമാണ്. അതുപോലെ തന്നെ സമസ്ത നടത്തുന്ന മറ്റൊരു പ്രബോധന മേഖലയാണ് നമ്മുടെ അഭിമാനമായ സുപ്രഭാതം പത്രം. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 11 വർഷത്തിലേറെയായി സുപ്രഭാതം പത്രം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളെ നമ്മളിൽ പലരും സുപ്രഭാതത്തിന്റെ ഏതെങ്കിലും ചെറിയ പോരായ്മകൾ, അതിന്റെ കുറവുകൾ അതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എണ്ണിയാൽ ഒരു വിരൽ കഴിഞ്ഞ് രണ്ടാമത്തെ വിരലിലേക്ക് എണ്ണാൻ പറ്റുന്ന ഒരു കുറവ് അവർക്ക് പറയാനുണ്ടാകൂല. എന്നാലും എണ്ണിയത് വീണ്ടും വീണ്ടും എണ്ണി ഈ ലോഡ്ജിനൊക്കെ നമ്പറിട്ടതുപോലെ ഇങ്ങനെ എണ്ണി സമൂഹത്തിൽ പെരുപ്പിച്ച് സുപ്രഭാതത്തിന്റെ ധർമ്മങ്ങളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളും സുപ്രഭാതം സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനങ്ങളെയും മറച്ചു വെക്കാനുള്ള ശ്രമം ഈ അടുത്ത കാലത്തായി ദൈനംദിനമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടത് സുപ്രഭാതത്തിന്റെ എന്തെങ്കിലും ഒരു കുറവ് ആരെങ്കിലും ഒക്കെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ എഴുതി വിട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്നാൽ നിങ്ങൾ നോക്കൂ, സുപ്രഭാതം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം എത്ര വലുതാണ്. വലിയ വലിയ ദൗത്യങ്ങൾ ഈ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന, ന്യൂനപക്ഷങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന, സമുദായത്തിലെ സുന്നി വിഭാഗത്തിന് ഉപകാരപ്രദമാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് ശക്തി പകരുന്ന എത്രയോ പ്രവർത്തനങ്ങൾ അനുദിനം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. വാർത്താമാധ്യമത്തിൽ
നമ്മുടെ അച്ചടി മാധ്യമം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ദിവസവും ഇറങ്ങുന്ന സംഗതിയാണ് പത്രം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ദിവസത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ വലിയ ദൗത്യങ്ങൾ സുപ്രഭാതം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ എങ്ങനെ എത്ര മറച്ചു വെച്ചാലും അത് എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടുത്തെ MP-മാർ, ഇവിടുത്തെ MLA-മാർ, ഇവിടുത്തെ പൊതുസമൂഹത്തിലെ പ്രധാനികളായ ആളുകളൊക്കെ പറയുന്നത് സുപ്രഭാതം വലിയ ദൗത്യം നിർവഹിക്കുന്ന പത്രമാണ്. പല MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ പറയാറുള്ളത് ഞങ്ങൾ നിയമസഭയിലും രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ അവതരിപ്പിക്കേണ്ട പല വിഷയങ്ങളും കണ്ടെത്തുന്നത് പലപ്പോഴും സുപ്രഭാതം പത്രത്തിലെ എഡിറ്റോറിയൽ ഉൾപ്പെടെയുള്ളതിന് ലേഖനങ്ങൾ റിപ്പോർട്ടുകളുമാണെന്ന്. എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും, ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ കോളം അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ഒരു ജൂതനായ മനുഷ്യൻ വന്നുകൊണ്ട് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങളോട് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 30 വെള്ളി നാണയം കടം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരാ പറഞ്ഞത്? അപ്പൊ ജൂതനായ മനുഷ്യൻ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പ്രാവശ്യം പറഞ്ഞു. 3ാമത്തെ തവണയും വീണ്ടും ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, ആരാ പറഞ്ഞത്? അപ്പോൾ അയാൾ പറഞ്ഞു, അത് മുഹമ്മദ് പറഞ്ഞതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 പ്രാവശ്യം പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആർക്ക് ദേഷ്യം പിടിക്കല്ലോ. അപ്പൊ ഇയാൾ മുഖവാക്ക മാറി. ഇയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മുഹമ്മദാണെന്ന്. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, എന്റെ ഹബീബിന്റെ പേര്, എന്റെ നേതാവിന്റെ പേര് ജൂതനായ നിങ്ങളുടെ നാവ് കൊണ്ട് പറയുന്നത് കേൾക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് ആരാണ് പറഞ്ഞത് എന്ന് ആവർത്തിച്ച് ചോദിച്ചത്. ഇതുപോലെ ചിലപ്പോൾ ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ സുപ്രഭാതത്തെ എതിർക്കാൻ വേണ്ടിയായിരിക്കും ചില കാര്യങ്ങൾ പറയുന്നത്. എന്നാലും അവരെ നാവ് കൊണ്ടൊരു 15 പ്രാവശ്യം ഒരു ദിവസം സുപ്രഭാതം 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 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അഭിമാനമാണ്. ഉസ്മാൻ തങ്ങൾ റസൂലുള്ളാഹിന്റെ പേര് ജൂതൻ ഒരു വട്ടം പറഞ്ഞപ്പോൾ 30 നാണയം കൊടുത്തു. 2ാമതും കൊടുത്തിട്ട് പറഞ്ഞു, നീ 2ാമത് നിന്റെ നബിയുടെ പേര് പറഞ്ഞത് കൊണ്ടാണ് നിനക്ക് ഞാൻ 230 നാണയം നൽകിയത്. 3ാമതും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്റെ ഹബീബിന്റെ പേര് 3ാമത്തെ തവണ പറഞ്ഞതിനാണ് ഞാൻ ഈ വെള്ളി നാണയം നൽകുന്നത്. പിന്നെ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, ഇനിയും നിങ്ങൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ എന്റെ സമ്പത്ത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ ദാനമായി നൽകുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോൾ ഇതിന് കൊടുക്കാൻ എന്നാൽ ഇന്ന് സുപ്രഭാതം ഇകയത്തുന്ന ആളുകളൊക്കെ ഇകയത്താൻ വേണ്ടിയിട്ടെങ്കിലും സുപ്രഭാതം എന്ന് പറയുമ്പം ഈ പൊട്ടന്മാർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ആളുകളൊക്കെ അറിയുന്നു. ഒരു ചെറിയൊരു ബുദ്ധി അവർക്ക് വേണ്ടേ. ചാനലുകൾ ചില ആളുകൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയും, ചില ആളുകൾ നന്മ പറയും. ഏത് പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ആ സുപ്രഭാതത്തിന് ആഴ്ചയിൽ 1 or 2 തവണ ഇവിടുത്തെ മീഡിയകൾ ചർച്ച ചെയ്യുന്നു. പിന്നെ നമ്മളൊക്കെ ഉള്ള ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരാളുണ്ടാകും, ഒറ്റൊന്ന് മതി. ആ ഗ്രൂപ്പ് ഇങ്ങനെ സൈലന്റ് ആയി നിൽക്കുക. അപ്പോഴാണ് സുപ്രഭാതത്തെ പറ്റിയൊരു കുറ്റാണ് പറയാ. അപ്പൊ എല്ലാവരും ശ്രദ്ധവിന് സുപ്രഭാതത്തിമുക്കായി അങ്ങനെ ലേഖനം വന്ന് കാണുന്നു എന്ന് വായിക്കുക. അപ്പൊ അന്ന് സുപ്രഭാതം വായിക്കാത്ത ആളുകളോട് കൂടിയിട്ട് അത് അൽഹംദുലില്ലാഹ് അന്ന് വായിക്കണം. അപ്പൊ കുറേ ഉപകാരങ്ങളുണ്ട്, ഒക്കെ സമസ്തക്ക് ഉപകാരമാണ് അൽഹംദുലില്ലാഹ്. ഞാൻ പറയുന്നത് ആ സുപ്രഭാതം പത്രം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യങ്ങളെ പറയുന്നതിന് പകരം ഏതെങ്കിലും ഒരു പരസ്യവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കണ്ടന്റോ മറ്റു കാര്യങ്ങളോ മാത്രം എടുത്തുപിടിച്ച് നമുക്കിടയിൽ വിയോജിപ്പും ഭിന്നിപ്പും ശുദ്ധീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ പത്ര ക്യാമ്പയിൻ നടത്തുന്ന ആരും അറിയാറില്ല. അൽഹംദുലില്ലാഹ് സമസ്ത കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ്. സുപ്രഭാതം വെറുതെ തന്നെ മാനേജ്മെന്റാണ് പ്രഖ്യാപിച്ചാൽ, നമ്മുടെ സത്താർ സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ ആണ് പ്രഖ്യാപിച്ചാൽ മതി ഇന്ന ഡേറ്റ് വരെ നമ്മൾ ക്യാമ്പയിൻ നടത്താൻ പിന്നെ തീരുമാനിച്ചിരിക്കുന്നു. അവരൊക്കെ അത്ഭുതപ്പെടുന്ന രൂപത്തിൽ എല്ലാ ഗ്രാമത്തിലും കാര്യമായ ചർച്ചയും സുപ്രഭാതമാണ്. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷമാണ് നമുക്ക്. എന്നാൽ ഇവിടെ എത്ര പത്രം ക്യാമ്പയിൻ നടത്തുന്നുണ്ട്, നാട്ടുകാർ ആരും അറിയാതെ മാത്രമല്ല ആ പത്രത്തിന്റെ വരിക്കാർ പോലും ചിലപ്പോൾ അറിയില്ല ഞങ്ങളെ പത്രത്തിന്റെ ക്യാമ്പയിൻ നടക്കുകയാണ്. കാരണം അത് നോക്കാൻ ശ്രദ്ധിക്കാൻ ആരില്ല. എന്നാൽ സുപ്രഭാതത്തിലെ ഒരക്ഷരത്തിന്റെ മിസ്റ്റേക്ക്, അതിൽ വന്നൊരു വരിയുടെ പ്രശ്നം, അതിൽ വന്ന ഫോട്ടോ വെച്ച സ്ഥാനം പെരക്കുറ്റടിക്കണ മാതിരിയാണ്. സ്ഥാനമൊക്കെ നോക്കിയിട്ട് ചിലർക്കടി ആ ഫോട്ടോ ഇവിടെ വരേണ്ടിയല്ല, അത് ഇവിടെ വരേണ്ടതായിരുന്നു. എന്നിട്ട് അതെടുത്തിട്ട് ഒരു 313 ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും. എന്നാലേ ഇയാൾക്ക് അന്ന് ഉറക്ക് വരുള്ളൂ. അൽഹംദുലില്ലാഹ്. ഇങ്ങനൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ അടിച്ച് പത്രം ഇറക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവാണ് അതിൽ വരുന്ന ഓരോ കണ്ടന്റുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ മുന്നേറ്റം അൽഹംദുലില്ലാഹ്. ചെലവില്ലാതെ നമ്മുടെ സുപ്രഭാതം പത്രം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്
ഈ പത്രം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ആ നന്മ ഇവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഒരിക്കലും ഒരു വൈകേടിലേക്ക് നമ്മളെ കൊണ്ടുപോകൂല. സമസ്ത എന്ത് വിഷയം തീരുമാനിക്കുന്നുണ്ടോ അതൊക്കെ ഉമ്മത്തിന് ഗുണകരമായ തീരുമാനം എടുക്കുള്ളൂ. ഈ എടുക്കുന്ന സമയം നമുക്ക് ചിലപ്പോൾ തോന്നും അത് അങ്ങനെ പ്രയാസമായി. അതൊരു വ്യക്തിയെ മാറ്റി നിർത്തുന്ന വിഷയമാകട്ടെ, ഏതെങ്കിലും വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള പോരായ്മകളെ പറ്റി പറയുന്ന വിഷയമാകട്ടെ, ഏതെങ്കിലും സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്ന വിഷയമാവട്ടെ, എന്തോ ആവട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനം അത് വളരെ നിർണായകമായിരിക്കും. അത് ചരിത്രം നമ്മൾ പാഠം ഉൾക്കൊണ്ടതാണ്. ഈയിടെ തൊട്ടടുത്താണ് ചെമ്മാടാണ് മഹാനായ ശൈഖുന ഫരീദ് ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ ദർസ് നടത്തിയത്. അല്ലാഹു തആല ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ അസ്സരി തങ്ങളോട് വലിയ ബന്ധവും മഹബത്തുമായിരുന്നു ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളോട് ഫരീദ് ഉസ്താദിന്. അങ്ങനെ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് അന്ന് മുശാവറ അംഗമായ കാലത്താണ് ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളെ താൽക്കാലികമായി ചില കാരണങ്ങളാൽ സമസ്തയുടെ പ്രസിഡന്റ് മാറ്റി നിർത്തേണ്ടി വന്നത്. അങ്ങനെ നിർത്തുമെന്നൊരു സൂചന ഇങ്ങനെ പരന്നപ്പോൾ ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദുമായി വലിയ ബന്ധമുള്ള ഒരാൾ ചെന്നിട്ട് ഫരീദ് ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദേ, അടുത്ത മുശാവറയിൽ അസ്സരി തങ്ങളെ സമസ്തയുടെ പ്രസിഡന്റ് ഒഴിവാക്കുന്നു പറയുന്നുണ്ടല്ലോ, ശരിയാണോ? ഒരിക്കലും ഒഴിവാക്കൂലായിരുന്നു. ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളെ ഒരിക്കലും ഒഴിവാക്കൂല, അങ്ങനെ തീരുമാനം സമസ്ത എടുക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ദിവസം മുശാവറ വരുന്നു. മുശാവറ യോഗത്തിൽ ബഹുമാനപ്പെട്ട അസ്സരി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു. സമസ്തയുടെ മുശാവറ യോഗത്തിൽ അസ്സരി തങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നു. ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളെ തൽക്കാലം സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നു. ആളുകളൊക്കെ ഈ ബഹുമാനപ്പെട്ട അസ്സരി തങ്ങളോട് നേരത്തെ ചോദിച്ച ആള് ചെമ്മാട് തിരിച്ചു വന്ന പുസ്തകത്തിൽ ചെന്ന് ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾ പറഞ്ഞാൽ അസ്സരി തങ്ങളെ പുറത്താക്കൂലെന്ന്, പക്ഷെ ഇന്ന് മുശാവറ പുറത്താക്കിയിട്ടുണ്ടല്ലോ. അത് എന്റെ വ്യക്തിപരമായ ആഗ്രഹമാണ്, താല്പര്യമായിരുന്നു അസ്സരി തങ്ങളെ പുറത്താക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അസ്സരി തങ്ങളെ തൽക്കാലം മാറ്റി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വേറൊന്നുമില്ല. അത് ശരിയാണോ തെറ്റാണോ അത് വിശദീകരിക്കാൻ നടക്കെ ചെമ്മാട്ടപ്പള്ളിയിൽ അങ്ങാടിയിൽ വലിയൊരു സമ്മേളനം നടത്തിയിട്ട് ഞാൻ മുശാവറക്കില്ല എന്ന് പറഞ്ഞ് ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട അസ്സരി തങ്ങൾ പറഞ്ഞു, സമസ്തയുടെ മുശാവറ തീരുമാനം അതാണോ? ഞാൻ അംഗീകരിക്കുന്നു. വേറെന്താ? ഇത്രേ നമ്മളൊക്കെ ചെയ്യേണ്ടതുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ, അതിൻ്റെ നേതൃത്വം ഒരു തീരുമാനം നമ്മളോട് പറയുമ്പോൾ അത് ഈ സമൂഹത്തിന് ഉപകരിക്കുന്നു. നമുക്കൊരുപാട് അഭിപ്രായം ഉണ്ടാവും. ഏത് വിഷയത്തെ സംബന്ധിച്ച് പറയും നമുക്കൊരു അഭിപ്രായങ്ങളുണ്ടാവും. എന്തിനിപ്പോൾ അങ്ങനെ തീരുമാനമെടുത്ത്, അതിപ്പോൾ അങ്ങനായി, അത് വലിയൊരു സംവിധാനമല്ലേ? സമസ്തയെ സംബന്ധിച്ചിടത്തോളം മർമ്മം എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളിലും നയങ്ങളിലും നിലപാടുകളിലുമൊക്കെ അതിനോട് ചേർന്ന് നിൽക്കുന്ന സംവിധാനമായിരിക്കണം. അത് നമ്മുടെ പാലത്തിങ്ങൽ അങ്ങാടിയിലുള്ള ഒരു ചെറിയ 1-ാം ക്ലാസ് മാത്രമുള്ള മദ്രസയാണെങ്കിലും +2 വരെയുള്ള മദ്രസയാണെങ്കിലും വലിയ ലോകോത്തര നിലവാരമുള്ള വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണെങ്കിലും ഏത് സിസ്റ്റമാണെങ്കിലും ആ സിസ്റ്റം സമസ്തയുടെ ഭാഗമാണെങ്കിൽ സമസ്ത പറഞ്ഞു നിൽക്കണം. സ്വാഭാവികല്ലേ? അരിപ്പാർക്ക തർക്കമുള്ള നമ്മുടെ വീട്ടിലത്തെ വിഷയം അങ്ങനെയല്ലേ? ഏത് സംഘടന അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കണം, എത്രയോ ആളുകളെ പുറത്താക്കി, കുറെ ആൾ എതിരായിട്ട് മത്സരിക്കുന്നു. അങ്ങനെ മത്സരിക്കുന്ന ആളുകൾ ആ പാർട്ടി തൽക്കാലം സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരാൾ വന്നിട്ട് അയാൾ ജീവിതവും ജീവനും മുഴുവനായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി കൊടുത്ത ആള് മൂപ്പരപ്പതിനെ ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ അതിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അങ്ങനെ കൊടുത്ത ഒരാളാണെങ്കിൽ ആ പാർട്ടിക്ക് എതിരായിട്ട് മത്സരിക്കാൻ പാടില്ല. അയാൾ അവിടെ വേറെ രീതികളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ അയാൾ മത്സരിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ ഒരു സംഘടനയുടെ തീരുമാനമാണ് അതിനെതിരായി പ്രവർത്തിക്കുന്ന എന്ന കാരണത്താൽ അതിനെ ഒഴിവാക്കാനുള്ള തീരുമാനമെടുക്കുക എന്നത് സ്വാഭാവികമാണ്. ഇത് സമസ്തയിൽ സംഭവിച്ചാൽ വലിയ പ്രശ്നം, വേറെ എവിടെ സംഭവിച്ചാലും ആർക്കും പ്രശ്നമില്ല. ഈ വിരോധാഭാസത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് സമസ്ത ഒരു വലിയ സംഘടനയാണ്. ആ മഹാസംഘടന അതുമായി ബന്ധപ്പെട്ട ചില സംവിധാനങ്ങളും ചില ക്യാമ്പസുകളും ചില സിലബസുകളുമൊക്കെ അതിൻ്റെ ചില നയങ്ങൾക്ക് വിരുദ്ധമാകുന്നു എന്ന് നമ്മുടെ മഹാരഥന്മാരായ ആലിമീങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ തൽക്കാലം ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കും, പിന്നീട് ചിലപ്പോൾ തിരിച്ചെടുക്കും. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ഒരുപാട് സംഭവം സമസ്തയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളത് വെയിറ്റ് ചെയ്യാം. നമ്മൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്
കരുത്തു പകരുന്ന പ്രവർത്തകന്മാരായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ 100ാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനം നമ്മൾ നിർവഹിക്കുക. അൽഹംദുലില്ലാ. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 8-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമാപന സമ്മേളനം കഴിഞ്ഞ് ആ നഗരിൽ നിന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടെ വരാൻ കഴിയണം. അൽഹംദുലില്ലാ. പടച്ചോനെ, ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ യാത്ര, തഹിയ ഫണ്ട്, പ്രാദേശികമായ SKSF നടത്തിയ പ്രചരണ സമ്മേളനങ്ങൾ, ഒരുപാട് നടത്തി. അതിലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പടച്ചോനെ, ഞാനിതപ്പോൾ 100ാം വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു. അതിൻ്റെ സമാപനം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പിരിയാണ്. റബ്ബേ, ഇത്രയും ദിവസം ഞാൻ സമസ്തയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണേ അല്ലാഹ് എന്ന് പറയാൻ തൗഫീഖുള്ളവരായി നമുക്ക് മാറാൻ കഴിയണം. എന്നാൽ വേറൊരു തൗഫീഖ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എന്താണത്? 100ാം വാർഷികം കഴിഞ്ഞിട്ട് പറയാ, ഏയ് ഞാൻ 5 പൈസ തഹിയക്ക് കൊടുത്തിട്ടില്ല, ഞാൻ SKSFന്റെ സമസ്തയുടെ പ്രചരണ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, എൻ്റെ ഒരു നയാ പൈസേൻ്റെ ഒരു അധ്വാനം ഈ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയൽ അഭിമാനമല്ല, അത് അപമാനം എന്നതിലുപരിയായി അതൊരു ഭാഗ്യക്കുറവാണ്. ഈ മഹാന്മാരായ ആളുകളൊക്കെ സേവനം ചെയ്ത കണ്ണീത്ത് ഉസ്താദും ശംസുലമയോടൊക്കെ ആത്മീയമായ സാന്നിധ്യമുണ്ടാകുന്ന, അർവാഹിന്റെ സാന്നിധ്യമുണ്ടാകുന്ന ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനുമൊക്കെ സാധിക്കുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അത് കഴിഞ്ഞില്ല എന്നത്, ഞാനതിലേക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ നയാ പൈസത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യക്കുറവാണ്. അള്ളാഹു നമ്മൾ ആരെയും അതിൽ പെടുത്താതിരിക്കട്ടെ. ഇപ്പം നമ്മുടെ തഹിയ എന്ന് പറയുന്ന ഫണ്ട് സമാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തഹിയ വന്ന ഉടനെ വിളിപ്പാടകരയുള്ള ഒരു ഭാഗത്ത് ഒരു വോയിസ് നമ്മൾ കേട്ടു. ആരും അതിലേക്ക് 5 പൈസ കൊടുക്കാൻ പാടില്ല, ആരും അതിൽ പങ്കാളികളാകാൻ പാടില്ല, ആരും അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല, അത് ചില ആളുകൾക്ക് പുട്ടടിക്കാനുള്ളതാണ്, എന്തൊക്കെ ഭാഷകൾ ഉപയോഗിച്ച് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ഒരു മനുഷ്യന് പൈസ കൊടുക്കരുത്, ഒരാളും അതിൽ പങ്കെടുക്കരുത്, അത് സമ്മേളനം നടത്തി ഇങ്ങനെ ഇവർക്ക് കുറച്ചാൾ അടിച്ചു പൊളിക്കാനുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മളിങ്ങനെ വോയിസ്, ഞാൻ നേരത്തെ സുപ്രഭാതത്തെ പറ്റി പറഞ്ഞു, വോയിസ് ഇങ്ങനെ പരക്കുന്നിടത്തോളം അൽഹംദുലില്ലാ നമ്മളിങ്ങനെ ആപ്പിൽ ഇങ്ങനെ പൈസ കൂടി വരികയാണ്. അങ്ങനെ കൂടി വന്ന് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് 29,60,60,614 രൂപ അൽഹംദുലില്ലാ തഹിയക്ക് ഈ ഫെബ്രുവരി ഈ മാസത്തിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ സമയത്ത് ഏകദേശം 8:10 അൽഹംദുലില്ലാ എത്തിയിട്ടുണ്ട്. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് തഹിയ കാണുന്നത്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന സംവിധാനം എന്ന് മാത്രമേ ഉള്ളൂ. ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ കഴിഞ്ഞ കാല സമ്മേളനം നടന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. ഈ 100ാം വാർഷികമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫണ്ട് സമാഹരണമാണിത്. ഏതിനെങ്കിലും ഒന്ന് നമ്മൾ പങ്കാളികളായ ഒരു 100 രൂപ കൊടുത്താൽ അൽഹംദുലില്ലാ വലിയ സൗഭാഗ്യമല്ലേ. 15 പദ്ധതി ഉണ്ട്. അപ്പം നമ്മൾ 100 രൂപ ഇതിലേക്ക് കൊടുത്തു. ഈ 100 രൂപ ഡിവൈഡ് ചെയ്ത് എല്ലാ പദ്ധതിയിലേക്ക് എത്തുകയാണ്. നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് അവരെ ഭൂമി കൊടുത്തു, അവർ സമ്പത്ത് കൊടുത്തു, കുറേ പെണ്ണുങ്ങൾ സ്വർണം കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഓരോ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമസ്തയുടേത്. അപ്പം നമ്മുടെ കാര്യത്തിൽ ഒരു 100ാം വാർഷികം നടക്കുമ്പോൾ വരുന്നൊരു 100 വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ അൽഹംദുലില്ലാ ഈ സമസ്തയുടെ തഹിയ എന്ന ഫണ്ട് പ്രഖ്യാപിച്ചത്. ആ ഫണ്ട് പ്രഖ്യാപനത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന ഒരു നൂറ്റാണ്ടിനപ്പുറം ഈ ഉമ്മത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് വിദ്യാഭ്യാസപരം ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ്. അപ്പൊ നമ്മുടെ ഒരു 100 ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ നമുക്കത് വലിയൊരു ഭാഗ്യമല്ലേ. നമ്മുടെ 500 കൊടുത്തൊരു വലിയ ഭാഗ്യമല്ലേ. 1.5 കോടി കൊടുത്ത ആള് നമുക്ക് കൊടുക്കാൻ കഴിയുമോ? 1.5 കോടി എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല. 100 കൊടുക്കാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാകും, 500 കൊടുക്കാൻ കഴിയുന്നവരുണ്ടാകും, 1000 കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും. ചില ഉസ്താദുമാരൊക്കെ എത്ര അവരെ നാട്ടിൽ അവർ ശാഖ SKSFന് കൊടുക്കണം, അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് കൊടുക്കണം, അവരുടെ മദർസയിൽ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതം കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ അവരുടെ മഹലിൽ കൊടുക്കണം. ഇങ്ങനെ പല ഐറ്റം കൊടുക്കണം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പല ആളുകളും അൽഹംദുലില്ലാ കൊടുത്തവർ വീണ്ടും കൊടുക്കുന്നു. എന്നാൽ ചില ആളുകൾ വളരെ തുലോം തുച്ഛം വരുന്ന ആളുകളെങ്കിലും ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല കേട്ടോ, അവരോട് ദേശീയ വെറുപ്പൊന്നുമില്ല, നമ്മൾ ആരും വെറുക്കാൻ പാടില്ല. അൽഹംദുലില്ലാ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ സൗഭാഗ്യം ഉണ്ടാവില്ല.
ഈ വലിയ നന്മയിൽ പങ്കാളിയാകാൻ ഒരു ഭാഗ്യം വേണ്ട. ഒരു 100 കൊടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കിയാൽ മതി, ആ മനുഷ്യനിക്ക് ഈ വലിയൊരു സുഹൃതത്തിൽ പങ്കാളിയാകാൻ തൗഫീഖില്ല എന്ന് മനസ്സിലായി. വേറെ നമ്മൾ അവരെ ആരും എതിർക്കാൻ പോകണ്ട. നമ്മുടെ രീതിയും അതല്ല. നമുക്കെല്ലാവരും കൊടുക്കണം എന്ന് പറയാം, അതൊരു വലിയൊരു സേവനമാണ്. ഞാനൊരാളോട് ചെന്നിട്ട് നിങ്ങൾ ഈ തഹിയയിലേക്ക് ഒരു 100 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദൗത്യം എനിക്കതിന് കൂലിയിട്ടൊന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകൊണ്ട് ഒരാൾ 5 ലക്ഷം കൊടുത്താൽ, ഇപ്പം നമ്മുടെ തിരുവിനടുത്തൊരു സഹോദരത്തിൽ ഞാൻ പോയി ഒരു 3 മിനിറ്റ് അദ്ദേഹമായി സംസാരിച്ചു, തഹിയൻ്റെ വിഷയങ്ങൾ പറഞ്ഞു. 3 മിനിറ്റ്, 4ാമത്തെ മിനിറ്റ് അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജാരിയയിലേക്ക് അദ്ദേഹം വലിയൊരു സംഖ്യ നൽകിയ ആളാണ്. പിന്നോട് പറഞ്ഞു തങ്ങളെ ഞാൻ ഇൻഷാ അല്ലാഹ് ജാരിയയിലേക്ക് തന്ന അതേ സംഖ്യയിലേക്ക് തരാം. ജാരിയയ്ക്ക് 5 ലക്ഷമാണ്, ഇതിലേക്ക് ഞാൻ 5 ലക്ഷം തരാം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളും നടക്കും, വേണമെങ്കിൽ കൂട്ടാന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് 3 മിനിറ്റ് കൊണ്ട് 3 മണിക്കൂർ ഇതിനെ പറ്റി കേട്ടിട്ട് ഒരു 100 രൂപ കൊടുക്കാൻ ഒരാൾക്ക് പറ്റില്ലെങ്കിൽ എന്ത് മനസ്സിലാക്കിയാൽ മതി, അദ്ദേഹത്തിന് ആ നന്മയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് സഹകരിച്ചവർക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. തെറ്റിദ്ധരിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സഹകരിക്കാനുള്ള അവസരമാണ് ഈ വരുന്ന 30-ാം തീയതി വരെയുള്ള ചാൻസ്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അതിലേക്ക് സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളോടും കൂടെ നിൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം സഹോദരന്മാരും സഹോദരിമാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഒരു വിദ്യാർത്ഥി അസുഖം കാരണം കോഴിക്കോട് അഡ്മിറ്റിലാണ്. അവരുടെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ശിഫയും സലാമത്തും നൽകട്ടെ. ആഫിയത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആജിലായ ശിഫ അല്ലാഹു നൽകട്ടെ. അവരുടെ മരണപ്പെട്ട വല്യമ്മയുടെ പേരിൽ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്നത്തെ നമ്മുടെ സദസ്സിൽ കോഫിയും കടിയും നൽകുന്നത് ഇന്നലെ മരണപ്പെട്ട മടപ്പള്ളി കുഞ്ഞുമൊയ്തീൻ്റെ പേരിൽ പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലാഹുവേ ഈ സദസ്സിൻ്റെ ഗുണങ്ങൾ അവരെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ. അവരുടെ ഖബറിനെ വിശാലമാക്കണേ അല്ലാ. വെളിച്ചമുള്ള ഖബറാക്കണേ അല്ലാ. അദാബില്ലാത്ത ഖബറാക്കണേ അല്ലാ. എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും അവർ ഖബറിൽ നീ ദായിമാക്കണേ അല്ലാ. ഞങ്ങളെയൊക്കെ ഇഖ്ലാസുള്ള സമസ്തയുടെ ഖാദിമീങ്ങളാക്കി നിലനിർത്തണേ അല്ലാ. പടച്ചവനെ ഈ സമസ്തയുടെ സേവകന്മാരായി ഞങ്ങൾക്ക് മാറാനും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന വാക്കുകൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെയുള്ള സേവനങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി സമുദായത്തിന് വേണ്ടി സമസ്തക്ക് വേണ്ടി ചെയ്യാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾക്കിടയിൽ നീ ഐക്യം ഒരുമയും പ്രദാനം ചെയ്യണേ അല്ലാ. ഭിന്നിപ്പുകളെ തൊട്ട് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒക്കെ സമസ്തക്ക് കരുത്തു പകരുന്നതാക്കണേ അല്ലാ. സമസ്തക്ക് എതിരുണ്ടാകുന്ന സമസ്തയുടെ മഹാരഥന്മാരായ ആലിമീങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു വാക്കും ഞങ്ങളിലൂടെ ഉണ്ടാക്കല്ല അല്ലാ. അങ്ങനെ ഉണ്ടായി ആഖിബത്ത് മോശമാകുന്നവരിൽ ഞങ്ങൾ ആരെയും പെടുത്തല്ല അല്ലാ. ഞങ്ങളുടെ മഹാന്മാരൊക്കെ മരിച്ചതുപോലെ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞ് പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടെ വെള്ളിയാഴ്ച രാവ് പോലെയുള്ള രാവിൽ റമദാന് പോലെയുള്ള മാസത്തിൽ ഉളൂഉള്ള ശരീരത്തോടുകൂടെ മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പരിശുദ്ധ സ്വർഗ്ഗത്തിലെ ജന്നാത്തിൽ ഫിർദൗസ് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ നിങ്ങളൊക്കെ സമ്മതത്തോടു കൂടി സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. വസിക്കും ബിദ്ദുആ തഖബ്ബലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.